നമ്മുടെ ഓണർ ക്രൂ ഒക്കെ ദേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നാണ് ഇപ്പോൾ അടുത്തൊരു ചേസ് ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ചേസ് അതേപോലെ ZS3 ആകുമ്പോൾ അതോ Z7 ആവും. ഒരു രണ്ട് വാക്ക് സ്പേസ് നോക്കാമല്ലേ? സെറ്റ് ചെയ്യണം, എളുപ്പമാവും. മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരീസിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് എവിടെയെന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ്. ഇന്നത്തെ ഒരു പുതുപുത്തൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോ ഡാഡി ഹോളിഡേയ്സിൻ്റെ വിശേഷമാണ്. ഒരു പുതുപുത്തൻ ZS3 ഇവിടെ കാണാം, ഒരു Z1 ഇവിടെ കാണാം. പക്ഷേ ഇതൊന്നുമല്ല, വേറെ സംഭവം കൂടി ഉണ്ട് അല്ലേ മരെ? പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷേസ് ഡെലിവറിയാണ്, അല്ലെങ്കിൽ ഷാസി ഡെലിവറി എന്നൊക്കെ പറയാം. ഞങ്ങൾ ലൈലാൻഡിലേക്കല്ലേ പോണ്? അതായത് ഇത് ഇവരുടെ ഷെഡാണ്. അതെ, ഇത് ഇവരുടെ ഒരു കിടപ്പാടമാണ്. അപ്പോൾ ഈ കിടപ്പാടത്തേക്ക് മൂന്നാമതൊരാൾ കൂടി വരാൻ പോവാണ് ഇന്ന്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഞങ്ങൾ ഈ ഒരു ഗ്യാപ്പ് എടുക്കില്ല ഞങ്ങൾ എടുത്ത് പോവുകയാണ്, നമ്മൾ ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ടീമൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓണർ ആക്ച്വലി ഇവിടെ അല്ല, ഓണറും ഫാമിലിയൊക്കെ കൂടെ അവിടെ പോയിട്ടുണ്ട്. എവിടെ? അതെ, അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വണ്ടി എടുക്കാൻ പോകുമ്പോഴല്ലേ നമ്മൾ ആവശ്യമുള്ളൂ, അല്ലാത്ത കാര്യങ്ങളൊക്കെ ഓണർ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പോൾ അവരവിടെ പോയിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം, അതായത് ഡെലിവറിയുടെ കാര്യങ്ങളൊക്കെ ഓണർ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഇവിടുത്തെ വണ്ടികളിൽ അതെ, അതൊരു മാസ് എൻട്രിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ഓൾറെഡി ഉള്ള 2 വണ്ടികളും പുതിയ ചേസും അല്ല, ഞാനങ്ങനെ അണിഞ്ഞൊരുങ്ങിയാണ് നിൽക്കണ കാണാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. 2 വണ്ടിക്ക് എഡിഷൻ നെയിം ഒന്നും ഇല്ലല്ലേ? എഡിഷൻ നെയിം ഉണ്ടാവാൻ മതി, നമുക്കറിയില്ല. എഴുതാതെയൊക്കെ ഇരിക്കാമല്ലോ, ഇവർ വിളിക്കുന്ന ഒരു പേരുണ്ടാവില്ലല്ലേ? ചെല്ലപ്പേര് ചോദിക്കാം. പിന്നെ ആ ഒരു ഫോണ്ട് കണ്ടില്ലേ, ആക്ച്വലി ആ ബ്രോ ഡാഡി എന്നുള്ള ഒരു ഫോണ്ട് കാണാൻ തന്നെ ബ്രോ ചെറുതാക്കിയിട്ട് ഡാഡി വലുതാക്കിയിട്ട് അല്ലേ, സംഭവം കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടേക്ക് അതാട്ടോ. അപ്പോൾ ZS3 കൊടുത്തിട്ടുള്ള ആ ഒരു ഫോണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മറ്റേ അക്രലിക് ഷീറ്റ് ഇല്ലേ, നെയിം ബോർഡൊക്കെ ചെയ്യുന്നത്. നെയിം ബോർഡ് ഇല്ല, അക്രലിക് ഷീറ്റ് വരുന്നല്ലേ. അപ്പോൾ നമ്മുടെ ക്രൂ ഇവിടെ ഉണ്ട്, നമുക്ക് ഇവരൊന്ന് ജസ്റ്റ് പരിചയപ്പെടല്ലേ ആദ്യം. ചേട്ടന്മാരെ നമസ്കാരം. ഹൈ 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 സുഹൃത്തുക്കളെ, എനിക്കൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു. കാരണം മറ്റാരുമല്ല, നമ്മുടെ സൗണ്ട് ഫോഴ്സിന്റെ മുത്ത് സ്വത്ത് ആര്, അമൽ ബ്രോ. അമൽ ബ്രോ ഇവിടെ ഉണ്ടായിരുന്നു. അമൽ ബ്രോ ആണ് നമ്മളെ വിളിച്ചത്, പുള്ളിയാണ് വിളിച്ചത്. എനിക്കറിയില്ലായിരുന്നു, ലാലോട്ടൻ ആയിട്ടായിരുന്നു ഡീലിങ്. പക്ഷെ എനിക്ക് സർപ്രൈസ് ആയിരുന്നു. എന്താ അർത്ഥം? സുഖമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. കുറെ കാലം ശേഷം കണ്ടല്ലേ? കുറേ കാലം ശേഷം നല്ല ബന്ധത്തിലാണെന്ന് കേട്ടത്. അങ്ങനൊന്നുമില്ല, അവർ നമ്മളെ ഫ്രണ്ട്സ് അല്ലേ, ഇടയ്ക്ക് നമ്മളൊന്ന് സഹായിക്കാൻ വരും, സഹായം കൊടുക്കും, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ ബ്രോ ഡാഡിയുടെ വിശേഷങ്ങൾ എന്താണ് നമ്മളെ പ്ലാൻ? ഇന്ന് വലിയ സംഭവമാണല്ലോ. അതെ, ഇന്ന് നമ്മുടെ ബ്രോ ഡാഡി ഫാമിലിയിൽ ഒരു വലിയ സംഭവം നടക്കാൻ പോവുകയാണ്. പുതിയൊരു അതിഥിയിലെ പെരുസാ പണ്ണപ്പോറെ സൗണ്ട് ഫോഴ്സിൽ വലിയൊരു പങ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുണ്ട്. അപ്പോൾ ഒരു പ്ലാൻ ഓൾറെഡി ഉണ്ട്, നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ബ്രോ പറയും, പേരെന്താണ്? അഭിനന്ദ് എൻ്റെ സ്റ്റാഫാണ്. ജമിൻ സ്റ്റാഫാണോ? അവിടുത്തെ നേരത്തെ പരിചയപ്പെട്ട കിട്ടിയിട്ടുണ്ടാവുക. പേര് കണ്ണൻ. എല്ലാം കണ്ണൻ ചേട്ടൻ ഡ്രൈവറാണ്. കണ്ണൻ ചേട്ടൻ ഏത് വണ്ടിയാണ്? അപ്പോൾ അടുത്ത് സജിത്ത്, അടിപൊളി സ്റ്റാഫല്ലേ. അശ്വിൻ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ട് കാണിച്ചത്, ഞങ്ങളെ വെൽക്കം ചെയ്തത് ഇദ്ദേഹമാണ്. അജയ് സ്റ്റാഫ് തന്നെ. അർജുൻ ഫ്രണ്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്രൂ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കൂടെ എന്തിനാ പോണ വണ്ടിയുടെ ഡെലിവറിക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കുകയാണ്. വണ്ടിയുടെ ഡെലിവറി. ഇത് ലൊക്കേഷൻ എവിടെയാ ഡെലിവറി? കോട്ടയം TVS. ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഇവിടുത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് 2 വണ്ടികളിലായിട്ട്. ഓണർ ടീമൊക്കെ ആൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ബാക്കി വിഷ്വൽസ് അവിടെ ചെന്നിട്ട്. അപ്പോൾ അച്ഛന്മാരെ, നമ്മളിത് അശോക് ലൈലൻ്റെ ഡീലറായിട്ടുള്ള TVSൻ്റെ ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഓണർ ക്രൂ ഒക്കെ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുൾ ക്രൂ ആണല്ലേ? ഇതാണ് ഫുൾ ക്രൂ. നമ്മുടെ ഓണർ ചെയ്തുകൊണ്ടില്ല, ഇതിലാണ് തോന്നുന്നു. അതെ, ഫോർച്യൂണറിലാണ്. അജീഷേട്ടൻ്റെ ആ വണ്ടിയിലാണ്. നമ്മുടെ Z1, അതായത് ബ്രോ ഡാഡിയുടെ Z1 ZS3 എല്ലാം ഉണ്ട്. ഇതിലാണ് ഓണർ ഉള്ളത്.
അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടയത്തുള്ള അശോക് ലൈലൻ്റെ ഷോറൂം കേട്ടോ മച്ചാമ്പരെ. ഷോറൂം സർവീസ് സെൻറ്റർ എല്ലാം അവിടെ തന്നെയാണ്. നമ്മൾ ഈ വണ്ടിയിലാണ് വന്നത്, Z1-ലാണ് വന്നത്. സൗണ്ട് ഫോഴ്സിൻ്റെ വർക്കാണ് കണ്ടില്ല, ഫ്രണ്ടിൽ തന്നെ സൗണ്ട് ഫോഴ്സിൻ്റെ ഓമന പുത്രനായിട്ടുള്ള അമല എവിടെ? ഇതാ അവൻ ഇവിടെയാണ് മച്ചാമാരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കന്മാരെത്തി. ആ ചേസാണ് നമ്മുടെ ബ്രോ ഡാഡിയുടെ ചേസ് കേട്ടോ, പുത്തമടിയുടെ ചേസ്. തീരണില്ലല്ലോ ബ്രോ ഡാഡി. Z-Astra ഭംഗിയൊന്ന് വേറെ തന്നെ കേട്ടോ. യു കാണ്ട് അഫോർഡ് മൈ സ്വാഗ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ, DRLൊക്കെ ആയിട്ട്. Z-Astra ആ ഒരു DRL ഭംഗിയൊന്ന് വേറെ തന്നെ അല്ലേ? Z-Astra തന്നെ ഭയങ്കര സ്ഥലമാണ്. യെസ്. എനിക്ക് Z1 ആണോ Z-Astra ഇഷ്ടം? മുന്നേ Z1 ആണെങ്കിലും അപ്പോൾ ഞാൻ കൂറ് മാറി. അതെ, ഇപ്പോൾ Z-Astra ആയി. എന്താണ് പൊളിക്കണ്ടേ? ഇതാണ് ബ്രോഡാഡിന്റെ ഒഫീഷ്യൽ ഡയസ് ബ്ലൂ. ഇത് കളർ അല്ല, ഈ വരെ കൂടെ കൂടിയോ? കളർ കോഡ് ഷെയർ ചെയ്താൽ മുതലാളിയുടെ കൂടെ കൂടി ആ ഷെയർ മേടിക്കണം. മുതലാളി ബ്ലാക്ക് ആണോ? മുതലാളി ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. അത് ശരി. ആ അതെ, മുതലാളി നിങ്ങളൊക്കെ ചേസിന്റെ കളറാക്കിയതല്ലേ? അപ്പോൾ അച്ഛന്മാരെ ഇതേ ചേസ് റെഡി ആയിട്ട് വിട്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ബ്രോ ഡാഡിയുടെ ഇന്ന് ഡെലിവറി എടുക്കുന്ന ചേസ്. അപ്പോൾ ഇതാണ് അച്ഛന്മാരെ കോട്ടയത്തെ അശോക് ലൈലൻ്റെ ഷോറൂമിലെ നിമലെ. ഒരുപാട് ചേസുകളുണ്ട്. അതെ, കുറേ ചേസ് ഉണ്ടല്ലോ, ഒരു 4 ചേസ് അവിടെ ഉണ്ട്. അതായത് ഇത് നമുക്ക് രണ്ടെണ്ണം 2 മതി, ഒന്ന് 4 കൊണ്ടുപോകാം. വീട്ടിൽ ആധാരം കൊണ്ടിട്ട് മതി തരാം. ഒരു കാലിച്ചു ടൈ ഗുഡ്സ് 4 ടൈ ഗുഡ്സിൻ്റെ ചേസ് ഡെലിവറി വേണ്ടല്ലേ ബ്രദർ? എവിടെ കണ്ടു ചോദിക്കരുത്, ഇവനെ എവിടെ കണ്ടു ചോദിക്കരുത്. ഓർമ്മയുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ട്. അവളെ എറണാകുളം പോയൊക്കെ ഷൂട്ട് ചെയ്ത് സുഖം, സ്വസ്ഥ, സമാധാനം. അല്ല, ഈ നേരത്തെ എത്തിയാ. അപ്പോൾ ഇത് കണ്ടല്ലോ മത്സരം, ഡ്രോൺ ഷോട്ട്സും നിങ്ങൾക്ക് കാണാം അല്ലേ? കാണിച്ചു കൊടുക്കും. സാരല്ലേ അവന്റെ കയ്യിലിരിക്കണേ, സാരല്ലേ അവന്റെ കയ്യിൽ. നേരത്തെ നോക്കിയപ്പോൾ പറന്ന് പോകണ്ടേ. ഇതൊക്കെ അങ്ങോട്ട്. അതായത് ഇവിടെ മാത്രമല്ല, അതെ അവിടെ ഇഷ്ടംപോലെ ചേസുകളുണ്ട്, കുറേ വന്നിട്ടുണ്ടല്ലോ. അതെ, നമ്മൾ പറഞ്ഞ പോലെ ഭാവിയിൽ എന്തെങ്കിലും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. അതെ, മച്ചന്മാരെ പറഞ്ഞ പോലെ അവിടെ ഇഷ്ടംപോലെ ചേസ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ഒരു 2, 4, 6, 8ഓളം ചേസുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിഷയം, ഇതാണ് നമ്മുടെ വിഷയം. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ബ്രോഡാഡിൻ്റെ 2 വണ്ടികളും ഇതേ അവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. പുതിയ ഇറങ്ങാൻ പോണ വണ്ടി ഇതേ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? അടുത്തായി നമുക്ക് പടത്തലവനെ പരിചയപ്പെടാം. ബ്രോഡാഡിയുടെ ഓണറാണ്. അതെ, ഏട്ടൻ നമസ്കാരം. അപ്പോൾ ഇതാണ് അജീഷ് ഏട്ടൻ അല്ലേ? അവളെ കണ്ടിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. പരിചയപ്പെടലും വീഡിയോയിൽ എല്ലാവരും ഒരുമിച്ചാണ്. എന്താണ്, ഹാപ്പി അല്ലേ? പുതിയൊരു കാൽവെപ്പില്ലേ? അതെ, പുതിയ സന്തോഷം. അതായത് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നാണ് ഇപ്പോൾ അടുത്തൊരു ചേസ് കൂടി ഇറങ്ങുന്നത്. ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്നാലും നമ്മൾ മുന്നോട്ട്. അതെ, നമ്മൾ തോക്കുമല്ലോ ഒരു തോൽവി നമ്മൾ എന്തായാലും സമ്മതിക്കില്ല. എന്തൊക്കെയാണ് പ്ലാൻ? പുതിയ പ്ലാൻസ് വീണ്ടും അടുത്ത വണ്ടി ഉടനെ വരും. ഇതിപ്പോ അതായത് Z-Astra ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ട് ആകെ 2 മാസമായിട്ടുള്ളൂ അല്ലേ? 2 മാസം ഇപ്പോൾ ആയിട്ടുള്ളൂ. ഇനിയിപ്പം 4 മാസം മുന്നേ ചേസ് എടുത്തു. ഇപ്പോൾ 2 മാസം മുമ്പ് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ അടുത്ത ചേസ് എടുത്തു. അതിൻ്റെ സന്തോഷങ്ങൾ. അതായത് അൾട്ടിമേറ്റ് ആയിട്ടൊരു വണ്ടി പ്രാന്തനാണ്. അത് പുള്ളി ഉപയോഗിക്കുന്ന ഓരോ വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. നമുക്ക് GT ആണെന്നുണ്ടെങ്കിലും ഒരു ഫോർച്യൂണർ അവിടെ ഉണ്ടായിരുന്നു, അതാണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് വണ്ടി പ്രാന്തനാണ്. അതെ, ചെറുപ്പം തൊട്ട് നമ്മൾ ഇതൊന്നും അല്ല, ഇതിലും വണ്ടികളുണ്ടായിരുന്നു. അന്ന് നമ്മൾ കണ്ടുപോയിച്ച പല വണ്ടികൾ നമ്മൾ ഓരോന്നായിട്ട് സ്വന്തമായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരുപാട് ഡ്രീമുണ്ട്, അതെല്ലാം ഉടനെ വരും. എല്ലാം സാക്ഷാത്കരിക്കട്ടെ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ചേസ് അതേപോലെ Z-Astra ആവുമ്പോൾ അതോ Z1 ആവുമ്പോൾ അതേതായിരിക്കും നല്ലത്? ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? നമുക്ക് എല്ലാവരും ചോദിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞാലും ചെയ്തേക്കാം. പക്ഷേ ഇനി ഒരു 90% ആൾക്കാരും പറയാം Z1 ആയിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായം Z-Astra ആണ്. നമ്മളിപ്പോൾ Z-Astra കമന്റ്സ് കൂടെ നോക്കിക്കോട്ടെ. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. നമ്മളെല്ലാവരുടെ അഭിപ്രായം മാനിച്ചിട്ട് സമയമുണ്ടല്ലോ തീരുമാനിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്രൂ ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഡെലിവറി കാര്യങ്ങളാണ്. നമ്മുടെ Z-Astra ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചേസ്. ചേട്ടൻ്റെ BMW ഇത് എവിടെ ഉണ്ട്? ചേട്ടൻ ആലോചിച്ച് നോക്കി. അതായത് ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ പകുതിയുള്ള സാധനം അതിമയാണ് ഇക്കണ്ട ആചാരമാവും സാധനം കെട്ടിപ്പൊക്കി വരുന്നത്. അതെ, ഒരു കമ്പാരിസൺ. ഇതൊരു കലയല്ലേ? തീർച്ചയായിട്ടും ഇതൊരു കലയാണ്. കാരണം ഈ ഒരു കമ്പിക്കൂട് ശരിക്കും ഈ ഒരു കമ്പിക്കൂട് അതെ ഈ ഒരു കമ്പിക്കൂടെ ഒരു കലയല്ലേ? കാരണം ഇതാണല്ലോ ശരിക്കും ഇതിൻ്റെ ഒരു അടിത്തട്ട് എന്ന് പറയുന്നത്. കാരണം ഒരു സംഭവം പ്ലാൻ ചെയ്ത് ഞാൻ ആലോചിക്കാം.
ഇതുമ്മേ ഒരു സംഭവം അതായത് ഒരു കാർ ഉണ്ടാക്കണ പോലെയല്ല, ഇത് ഒരു മാൻമെയ്ഡ് ആണല്ലോ അതൊക്കെ. അപ്പൊ ഇങ്ങനെ സംഭവം കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അൾട്ടിമേറ്റ് കല. 49 പേർക്ക്, അതായത് 49 പേർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു വണ്ടിയാണ് ഈ കിടക്കുന്ന സാധനം ഈ കമ്പിക്കൂടില്ലേ. ഈ സംഭവത്തിന്മേയാണ് ഈ കണ്ട സംഭവങ്ങളൊക്കെ കയറുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു കുളിരല്ലേ. സിമ്പിളായിട്ട് പറയാച്ചാൽ ഈ ഒരു കമ്പിക്കൂട് ആ ഒരു വണ്ടിയായിട്ട് മാറാൻ പോവാണ്. അതേ രീതിയിൽ നമ്മൾ ഈ കമ്പിക്കൂട് എന്നൊക്കെ അങ്ങനെ ഒരു തമാശ രൂപേണ പറയാന്നുള്ളൂ, നിങ്ങൾ അത് വേറെ അർത്ഥത്തിൽ കരുതരുത്. ബഹുമാനം മാത്രമേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും വണ്ടിപ്രാന്തന്മാർ എന്നുള്ള രീതിയിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആകെ ഒരൊറ്റ സീറ്റ്, ഒരു ഡ്രൈവർ സീറ്റ് ആയിട്ടുള്ള ഈ ഒരു സീറ്റ് മാത്രമേ ഈ ഒരു വണ്ടിക്കുള്ളൂ. പക്ഷേ ഇത് കഴിയുമ്പോൾ ഈ ആദ്യം ബോഡി സ്ട്രക്ചർ കാര്യങ്ങൾ കയറില്ലേ. ബാംഗ്ലൂർ പ്രകാശ് കൊണ്ടുപോയിട്ട് വണ്ടിപ്രാന്തന്മാർക്ക് എല്ലാം അറിയാം, എന്നാലും ഞങ്ങൾ പറയുന്നു, ബാംഗ്ലൂർ പ്രകാശിലെ ബോഡി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ആദ്യം സ്ട്രക്ചർ കയറ്റും, അതിനുശേഷം ഇതേപോലെ ബോഡി സെറ്റ് ചെയ്യും, ഉള്ളിലെ സീറ്റ് വർക്ക്, റെക്സിൻ വർക്ക്. ഇതൊരു ഷീറ്റാണ്, ഒറ്റ ഷീറ്റാണ്, ഇത് വലിച്ചടിക്കുന്നു. ഒരുപാട് പരിപാടികളുണ്ട്. ഇത് നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അതെ, പ്രകാശ് പോയി ഞങ്ങൾ നിന്ന് വീഡിയോ എടുത്താലും എനിക്ക് മനസ്സിലാവില്ല. അതെ, പ്രകാശിൽ വീഡിയോ എടുക്കാൻ അനുമതി ഇല്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് വെച്ചാൽ വണ്ടിയുടെ ഒരു ഓവറാൾ ചേസിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കണ്ടില്ലേ, ബാക്കോട്ട് വരുമ്പോഴാണെങ്കിലേ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ടെയിൽ പോർഷൻ വരുന്നത്. ആകെ ഇത്രേ ഉള്ളൂ. പക്ഷേ ബോഡി വർക്ക് കഴിഞ്ഞൊരു ഇങ്ങനെയാവും അതേപോലെ ഫുള്ളായിട്ട് ചേഞ്ച് എൻറ്റയർലി. എന്താ പറയുക, സെഡ് അസ്ത്രയ്ക്ക് സെഡ് എന്ന് കൊടുക്കാൻ ആകെ ഒരു സംഭവം, ഒന്ന് ഹൈറ്റ്, അത് പിന്നെ ഫേസ് മാറുമ്പോൾ മാറും. ഈ ബാക്ക് മാത്രമേ ഉള്ളൂ സെഡ് അസ്ത്രയ്ക്ക് സെഡ് അല്ലേ, സെഡോണിൻ്റെ സെഡ് ഈ ബാക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇപ്പോൾ ഇഷ്ടം പുതിയ ബാക്കാ. മറ്റൊരു ബാക്കിൽ നിന്ന് കാണുമ്പോൾ പുതിയ വണ്ടിയാണ് തോന്നൂല. അല്ല, ഇതിൽ ഇവരെ കസ്റ്റമൈസേഷൻ ഉണ്ടല്ലോ പുത്തമ്പടി. ഇതൊക്കെ ഇത് ഞാൻ ഇവിടെ മുന്നേ ഞാൻ കണ്ടിട്ടില്ലേതല്ലോ, പ്രൈവറ്റ് ബസ്സിന്റെ ബാക്കിലെ ടൈലൈറ്റില്ലേ, ആ സംഭവം മാറിയുണ്ട്. സംഭവം കൊള്ളാം, വെറൈറ്റി ആയിട്ട് ഓരോ വെറൈറ്റി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ഈ ആദ്യമായിട്ടാണല്ലേ പ്രൈവറ്റ് ബസ് കണ്ടിട്ടുണ്ട്, ടൂറിസ്റ്റ് ബസ്സിൽ ആദ്യമായിട്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് മച്ചന്മാരെ കാര്യങ്ങൾ. ഇനി എന്തായാലും ഡെലിവറിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഇത് കണ്ടില്ലേ, ഇത് എയർ ബലൂണാണ് കേട്ടോ ഈ കാണുന്നത്, ടയറിനോട് ചേർന്നിട്ടുള്ള എയർ ബലൂൺ. അതായത് സസ്പെൻഷന് ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ കംഫർട്ട് നിർബന്ധമാണ്. കാരണം ലോങ് ഗോവ അങ്ങനെയുള്ള ലൊക്കേഷനിലൊക്കെ പോകേണ്ട വണ്ടി, അത്രയും ലോങ് ജേണിക്കൊക്കെ വേണ്ട വണ്ടിയാണ്. സോ സ്വാഭാവികമായിട്ടും ഈ ഇങ്ങനത്തെ എയർ ബലൂൺ സസ്പെൻഷനിൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മളെ. സസ്പെൻഷനാണ്. ഇപ്പോൾ ഈ പണ്ടിറങ്ങുന്ന വണ്ടികളൊക്കെ ഇങ്ങനത്തെ ലീഫായിരിക്കും, ഇതിനിപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ലീഫ് ഉണ്ടായിരിക്കുള്ളൂ, ബാക്കിൽ എയർ ബലൂൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ നമ്മൾ ചാടി കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വണ്ടി ഇങ്ങനെ ഒരു ഇമ്പാക്ട് കിട്ടും, സുഖം ഉണ്ടാവില്ല. ഇതാണ് ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ ശരിക്കും ഓരോ ഡിക്കി ആയിട്ട് മാറും. ഇപ്പോൾ പുത്തവണ്ടിയിൽ ഈ വണ്ടിയിലൊക്കെ ആണെങ്കിൽ ഈ ഇതേപോലത്തെ ഡിക്കി ആയിരിക്കും അപ്പുറത്തെ സൈഡിലും വരാം. ഈ ബാറ്ററി ഒക്കെ ഡിക്കിയിലേക്ക് മാറും. ഇത് കണ്ടില്ലേ, പിന്നെ ഇതൊക്കെ സബിന്റെ ഇടിമുഴക്കം കേൾക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി തന്നെയാണോ, റോഡാടി തന്നെയാണോ മുഴക്കണ മച്ചന്മാര്? അല്ല, കാറാണ്. ഓഹോ, ആ വണ്ടിക്കകത്ത് മുഴക്കണുണ്ട്, അത് ഈ ക്രൂ തന്നെയാണോ ആയിരിക്കാം. അതിന്റെ ആലോചിക്കാണ് മച്ചന്മാരെ ഇവിടെ മൊത്തം വണ്ടി അത് മോനെ, ഇതൊരു ലുക്ക് നോക്കി പോലീസാണ്. അപ്പം മച്ചന്മാരെ ചേസിൻ്റെ ഡെലിവറി, അതായത് ചാവിധാനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ അജീഷ് ചേട്ടൻ, കണ്ണൻ ചേട്ടൻ, അതായത് ഡ്രൈവറായിട്ടുള്ള കണ്ണൻ ചേട്ടന് ചാവി കൊടുക്കുകയാണ്. ഒഫീഷ്യലി കണ്ണൻ ചേട്ടനാണ് ഇനി ചേസിൻ്റെ ഡ്രൈവർ. അതെ, അതെ, പുത്തൻ വണ്ടിയുടെ ഡ്രൈവർ. ഇപ്പോൾ ചേസാണ്. 2 മാസം കഴിയുമ്പോൾ അല്ല, ഇതിനൊന്നും എഡിഷൻ ടൈം ഒന്നുമില്ല വണ്ടികൾക്ക്. റോഡാഡി സെഡ് അസ്ത്ര Z1 ചെറിയൊരു കുട്ടി ആരാധകന്റെ പേര് ഹായ് 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 ഇല്ലേ, അവന് നാണം വന്നു. അപ്പോൾ അച്ഛന്മാരെ നമ്മൾ ഇനി എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ പുത്തൻ ചേസും 2 വണ്ടികളൊക്കെ പുറത്തേക്ക് ഇറക്കാണ് അല്ലേ. നിങ്ങളെ കിട്ടിലും വിഷ്വൽസ് എടുക്കണ്ടേ? എന്ത് തോന്നുന്നു? എന്തോ പറയണേ, പറയൂ ഇതിനെക്കുറിച്ച് എന്താണ് ഈ നിമിഷത്തിൽ? ഇത് ഞങ്ങളുടെ ഒരു വലിയൊരു ഡ്രീമായിരുന്നു സത്യം പറഞ്ഞാൽ. സ്വന്തമായിട്ട് ഒരു ചേസ് എടുത്ത് ഒരു വണ്ടി സ്വന്തമായിട്ട് പോയി പണിത് നമ്മൾ എടുത്ത് നമ്മള് അതെ ഉഴവൂരിന്ന് ഷോണിന്റെ കെയർ ഓഫിൽ എടുത്താണ്. ഇത് നമ്മുടെ സ്വന്തം ചേസ്, സ്വന്തം വണ്ടി, എല്ലാ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് മറ്റ് ഫൈനാൻഷ്യലി മാത്രം നമ്മൾ ഇറക്കിയിട്ടുള്ളൂ. അതെ,
അപ്പോൾ ഈ A to Z കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഇറക്കിയൊരു ചേസാണ്. അത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, സന്തോഷമുണ്ട്. പിന്നെ ഇതിനിപ്പം മുന്നോട്ട് കൊണ്ടുപോയിട്ട് അത് ഇനിയും ഇതൊരു നമ്മുടെ ഡ്രീമായിട്ട് കൊണ്ടുവരണം മൊത്തത്തിൽ. അതായത് ഈ ഒരു വണ്ടി ഇതേപോലെ ഒരു ഡെലിവറി നിങ്ങൾ എടുത്തിട്ടില്ല ഒരിക്കലും. ഇതെല്ലാം അതായത് ഇത് റെഡിമെയ്ഡ് സാധനം. ഈ വണ്ടി ഡെലിവറി എടുക്കാൻ ഫസ്റ്റ് പോകുന്നത് എന്നെ കണ്ണപ്പോലേക്കായിരുന്നു. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ചേസ് എടുത്തിട്ട് വരുന്നത് ഫസ്റ്റ് ടൈം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എല്ലാവർക്കും. ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് ഇനിയിപ്പോൾ പ്രകാശ് കൊണ്ട് ആക്കി കഴിഞ്ഞാലും ഒരു കുട്ടിയെ പോലെ അവിടെ നിന്ന് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് താങ്കളാണോ? താങ്കൾ പോകുന്നുണ്ടോ? എല്ലാവരും ഉണ്ട്. നമ്മുടെ കൂടെ വന്ന എല്ലാവരും ഇതിന് ഓരോ ഭാഗങ്ങളാണ്, ഓരോ അംഗങ്ങളും എല്ലാവരും ഭാഗങ്ങളാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഉണ്ട് അതിൽ. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പരിചയപ്പെട്ട ഒരാളുണ്ട്. ആ ആൾ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോയിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടൽ നിർത്തുന്നത് അല്ലേ പോലെ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പല കഥകൾ ഞങ്ങൾ കേട്ടു. അതെ, ഒരു വണ്ടി പ്രസ്ഥാനത്തിൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നൊരു പുള്ളിയാണ്. അതായത് ജനിച്ച സമയം തൊട്ടേ വണ്ടികൾ കണ്ടു വളർന്ന ഒരാളാണ്. അതെ, അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ബസ്സുകളിലൊന്ന് താങ്കളുടെ ഫാമിലിയിലായിരുന്നു. അങ്ങനെയും പറയാം, അങ്ങനെയല്ല. പണ്ട് ആദ്യമേ ഫാദറിന് പ്രൈവറ്റ് ബസ് ആയിരുന്നു, പിന്നീട് ടൂറിസ്റ്റ് വണ്ടിയായി. ഇതിനകത്തൊരു ദൈവം അനുഗ്രഹിച്ച് ചെറുപ്പം തൊട്ടേ വീട്ടിലെ വണ്ടിയായിട്ടുള്ളൊരു ചേർന്നുള്ള ബന്ധങ്ങളുണ്ട്. പണ്ട് മുതൽ ഈ ഒരു പ്രാന്തുണ്ട്. അതുണ്ട്, അത് ബ്ലഡിലുള്ളതാണ്. അതെ, നമ്മൾ സ്വന്തമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഉണ്ടായിരുന്നല്ലേ? സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നു. കോഡിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം. എന്തായിരുന്നു വണ്ടിയുടെ പേര്? വണ്ടിയുടെ പേര് കാസിനോവ അല്ലേ? അതായത് പഴയ ഗരുഡ കപ്പലിന്റെ പടം വരച്ച വണ്ടിയായിരുന്നു എടുത്തിരുന്നത്. അതിന് കുറേ വണ്ടികൾ എടുത്തു, എല്ലാം കൊടുത്തെടുത്ത് നിന്ന് പിന്നെ അവസാനം പാക്കേജ് ഉണ്ടല്ലോ നമുക്ക് മെയിൻ പാക്കേജ് ഉണ്ട്. പാക്കേജാണ് നമ്മളൊരു അടിത്തറ, അങ്ങനെ പറയാം. നമ്മുടെ വണ്ടിയുടെ ഓരോ പാക്കേജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് കുറേ ട്രിപ്പുകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിലാണെങ്കിലും നമ്മുടെ പേരില്ലേ പോലും ആ വിശ്വാസത്തിന് പുറത്ത് ഒത്തിരി പേര് കണ്ണൻചേട്ടനാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലേ? നമ്മളാണ് തിരക്കുകളും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഉണ്ട്. ഞാൻ മാത്രമല്ല, ഒത്തിരി പേരുണ്ട് ഇതിന്റെ പുറകില്. അമലാണെങ്കിലും ഒത്തിരി പേരുണ്ട്. ഫുൾ ടീം ഉണ്ടല്ലോ. ഫുൾ ടീം എപ്പോഴും നമ്മളുണ്ട്. പക്ഷെ അത് നോക്കി നടത്താൻ ഒരു കപ്പിത്താൻ വേണമല്ലോ. അതൊരു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ മെയിനായിട്ടല്ല, എന്നാലും നമ്മളെല്ലാം നോക്കി നടത്തി വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരാൾ വേണമല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഏൽപ്പിക്കാൻ ഒരാൾ വേണമല്ലോ. ഇത്രയും പാരമ്പര്യമുള്ള ഒരാളെ കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആരും വിടില്ലല്ലോ. എന്നെ ഒത്തിരി പ്രാവശ്യം വിളിച്ചായിരുന്നു. ചേട്ടൻ വിളിച്ചു. അപ്പോൾ ആദ്യമേ നേരത്തെ വേറൊരു വണ്ടിയിലായിരുന്നു, അവരുമായിട്ട് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബ്രോഡൈഡിയിലായിട്ട് എത്രയായി? ഞാനിപ്പം ഏകദേശം 2 കൊല്ലമായി. 2 കൊല്ലത്തോളായി. 2 കൊല്ലത്തിനിടയ്ക്ക് 3 വണ്ടിയായി. പ്രസ്ഥാനം നമ്മുടെ ഉദ്ദേശം, അൾട്ടിമേറ്റ് ഉദ്ദേശം വളർച്ചയാണ്. അത് അതിമനോഹരമായി നടക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് പോകുന്നു. പുതിയ വണ്ടികളും ഉഷാറായിട്ട് നല്ല. ഞാൻ വേറെ കാര്യം കേട്ടോ, പുള്ളിയുടെ സ്റ്റാറ്റസ് ഒക്കെ എനിക്ക് വേറെ ബ്രോ ഒന്ന് കാണിച്ചു തന്നു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കണ്ടല്ലേ കോട്ടയത്ത്? പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ഒരു ജില്ലയില്ലെന്നാണ് എൻ്റെ ഇത്. വരും മൊത്തത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ? പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേക്കാണ് നമ്മുടെ ലക്ഷ്യം. ഇതിപ്പോ എന്നാ ഇനി പ്രകാശ് കൊണ്ടുപോകണെന്നാ? ഇവർക്കൊക്കെ ഓട്ടം തിരക്കാണ്. അത്യാവശ്യം 2 വണ്ടിക്കും ട്രിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഒതുങ്ങിയിട്ട് വേണം കൊണ്ടുപോകാൻ. ചേട്ടൻ തന്നെ കൊണ്ടുപോകല്ലേ? തിരക്ക് കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോകാൻ. നമ്മുടെ ഇഷ്ടപ്രകാരം മനസ്സിലാകുന്ന രീതിയിൽ അവിടെ സംസാരിച്ച് കെട്ടിയെടുത്തോണ്ട് വരണം. ഓക്കെ, നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാണ്ട്. നമ്മുടെ അജീഷ് ചേട്ടന്റെ ഏട്ടനായിട്ടുള്ള സജേഷ്. അപ്പോൾ ഇങ്ങനൊരു മുഹൂർത്തത്തിൽ എന്താണ് തോന്നുന്നത്? സന്തോഷമുണ്ട്. ഒരുപാട് കൂടിയുള്ള ആഗ്രഹമായിരുന്നു ഇവിടുന്ന് ഒരു പുതിയ ചേസ് ഇറക്കുക എന്നുള്ളത്. ഇന്നാണത് സാധിച്ചത്. നമ്മുടെ ഇതുമാത്രമല്ല, മുമ്പോട്ടും പുതിയ ചേസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏകദേശം 2009 വണ്ടി ഫീൽഡിലേക്ക് വരുന്നത്. നമുക്ക് അവിടുന്ന് ഇവിടെ വരെ ബസ്സല്ല, ഞങ്ങൾ ആദ്യം റെൻ്റേക്കാരിലാണ് തുടങ്ങുന്നത്. അത് 2009 സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് ഇവിടെ വരെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് നമ്മളിവിടെ വരെ എത്തിയിരിക്കുന്നത്. മുമ്പോട്ടും നല്ലൊരു ഇതായിരിക്കും. ഇന്ന് രാവിലെ തന്നെയാണെങ്കിലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ RTOയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം നമ്മൾ തരണം ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും. മുമ്പോട്ടാണെങ്കിലും ഒരുപാട് ബസ്സുകൾ കൂട്ടണമെന്നുണ്ട്. അടുത്തത് ATP ആണ് നോക്കുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്നും നേരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ ഇനി ഒരു ATP ഒക്കെ വരട്ടെ. എന്താ മോനെ പറയുള്ളത്? എടാ നിന്റെ ടിറ്റോ നിന്റെ അനിയനാണ് അത്. ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല, ഞങ്ങളോട് ടീമായിട്ട് നമ്മുടെ പിള്ളേരാണ് നമ്മുടെ ബാക്ക് ബോൺ. പ്രത്യേകിച്ച് കണ്ണൻ്റെ കൂടെയുള്ള പിള്ളേർ, നമ്മളുള്ള ഡ്രൈവർമാർ എല്ലാവരും തന്നെ വളരെ സപ്പോർട്ടാണ്. ഇത്ര ഒരു നമുക്ക് ഇതുപോലെ ഇത്ര വണ്ടികൾ പറഞ്ഞാൽ നമ്മുടെ സൗണ്ട് വർക്ക് വരട്ടെ. ഒരു മാസം സെന്റർ പ്രതീക്ഷിക്കുന്നു. ഒരു കൊട്ടേഷൻ ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ ചേട്ടൻ പേര്?
അമൽ ഒരുപാട് ബ്രോഡാഡിയുടെ തുടക്കം തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന അമലാണ്. നമ്മുടെ ചെറുപ്പം തൊട്ട് ഞങ്ങളോട് വളർന്ന പയ്യനാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളില്ലേ പോലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന പുള്ളി നോക്കിയൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവരണല്ലേ? പാക്കേജിങ് കാര്യങ്ങളൊക്കെ അതും ഇല്ല, അതൊക്കെ ഇവരാണ്. പക്ഷേ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളും ഓടിക്കുന്ന പുള്ളിയാണ്, വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എന്ത് കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുന്ന പുള്ളിയാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് നമ്മളോട് കളിച്ചു വളർന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മുടെ അങ്ങനെ ഒരു ടീമാണ്. ആ ടീം കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മൾ ഒരാളെ കൊണ്ടൊന്നും സാധിക്കുകയല്ലോ. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുന്നേറാനും വിജയങ്ങൾ നേടാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷം. ആ ടീമിന്റെ ഒരു ഭാഗമാണ് ദൈ നിൽക്കുന്ന പുള്ളിയിലെ. രണ്ട് വാക്ക് സ്പേസ് നോക്കാവല്ലേ? ഇവിടെ സെറ്റ് ചെയ്യണം, എളുപ്പമാവും. ഇവിടുന്ന് സെറ്റ് ചെയ്ത് വിടാണോ ചോദിക്കാം അഡ്വാൻസ് ആയിട്ട്. നമുക്ക് രണ്ട് കാര്യം പറയാനുള്ളത്. ഇദ്ദേഹമാണ് ബ്രോഡാഡിക്ക് ഒരു പേരുണ്ടാക്കി തന്നത്. അതായത് നമ്മൾ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഈ വണ്ടിയായിട്ട്. പല കോളേജുകളിൽ ചെന്നപ്പോൾ 2013 ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റുമാൻ്റെ ഒരു കോളേജിൽ ചെന്ന് ഓട്ടോ എടുത്തപ്പോഴത്തേനും വണ്ടി മോശമാണ്, സൗണ്ട് സിസ്റ്റം മോശമാണെന്ന് അവിടുത്തെ അധ്യാപകർ വരെ പറഞ്ഞ് നമ്മൾ അപമാനിച്ചിറക്കി വിട്ടു. എന്നിട്ട് അഡ്വാൻസ് തന്ന ഓട്ടം വരെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ അപമാനിച്ചിറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ 2009 വണ്ടി എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു, നമ്മളോട് സംസാരിക്കുന്നു. നമ്മൾ പറഞ്ഞു തന്ന് കോട്ടയം ജില്ലയിൽ ഇവനെ മേളിൽ ഇനി ഒരു വണ്ടി കാണരുതെന്ന് പറഞ്ഞു. ആ വാക്ക് 100% സത്യസന്ധമായിട്ട് ഇദ്ദേഹം പുലർത്തി. അങ്ങനെയാണ് ബ്രോഡാഡിക്ക് കോട്ടയം ജില്ലയിൽ ഒരു പേരുണ്ടാകുന്നത്. അതിനുശേഷം നമ്മൾ പുതിയ ചേസ് എടുത്തപ്പോൾ തന്നെ ഇവരെ കൊണ്ട് ചെയ്യിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടാണ് ഇവരെ കൊണ്ട് അത് എടുത്തത്. അന്ന് അവരോടൊരു കാര്യം പറഞ്ഞത്, കേരളത്തിലെ വണ്ടികളൊക്കെ പോട്ടെ, പറഞ്ഞ വാക്കെന്നായിരുന്നു, അണ്ണം മാർക്കറ്റ് അടിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ BS6 ഇത്രയും വൈറലായത്. അതായത് കേരളത്തിൽ ഈ ഒരു സാധനം ഉണ്ടാക്കിയ ഒരു തരംഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഏതായാലും ഇദ്ദേഹത്തിനാണ് ആ ക്രെഡിറ്റ് മുഴുവൻ നമ്മൾ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും സൗണ്ട് ഫോഴ്സ് ഇവിടെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് ഇദ്ദേഹമാണെന്നാണ് പറയുന്നത്. വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ. അപ്പോൾ എന്താണ് നമുക്ക് വലിയ എന്തൊക്കെ പ്ലാനുകളൊക്കെ ഉണ്ട്? അത് റിവീൽ ചെയ്യണ്ട, റിവീൽ ചെയ്യുന്നത് നമ്മളെല്ലാം കാണിക്കാന്ന്. നമ്മളാണ് ബിഹൈൻഡ് ദി സ്ക്രീൻ ആണോ? എല്ലാം തിരുശ്ശീലയ്ക്ക് പുറകിൽ പ്ലാനിങ് എന്ത് കുറെ കാണിച്ചിട്ടില്ലേ? എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളും കാത്തിരിക്കുന്നു. 2 മാസം കഴിയണല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ അജീഷ് ചേട്ടൻ ഡ്രൈവർ സീറ്റ് കയറിയിരിക്കുന്നുണ്ട്. വണ്ടി നമ്മളിനി പുറത്തേക്ക് ഇറക്കാൻ പോലെ. പുറത്തേക്ക് ഇറക്കല്ലേ? അപ്പോൾ അച്ഛന്മാരെ ചേസ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്രോഡാഡിൻ്റെ ഷെഡിൽ ഇല്ലടാ. അതേ അച്ഛന്മാരെ നമ്മൾ ഒരു യാത്ര കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതെ, നമ്മൾ Z-Astrൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ കയറിയിട്ടില്ലേ. ഇപ്പോഴാണ് Z-Astrൻ്റെ ഉള്ളിൽ കയറുന്നത്. നമ്മൾ Z1-ലാണ് പോയത് വരെ അല്ലേ? അതായത് മുന്നേ കയറിയിട്ടൊക്കെ ഉണ്ട്. അതെ, ബ്രോഡാഡിൻ്റെ Z-Astra. ഞാൻ ആലോചിക്കുന്നത് പറയുന്നത് അങ്ങനെയല്ല, ബ്രോഡാഡിൻ്റെ Z-Astra നമ്മൾ കയറിയിട്ടില്ല. അതെ, ഇപ്പോഴാണ് വണ്ടിൻ്റെ ഉള്ളിൽ കയറി ഉള്ളൊക്കെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കണ്ടത്. നല്ല നൈസായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. നമ്മളൊന്നും എടുത്തെടുത്ത് പറയുന്നില്ല. ഇവിടെ ഡിസൈൻ ഉണ്ടല്ലേ? ലൈറ്റ് മാത്രമല്ല, ചെറിയ അക്രിലിക് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. എന്തായാലും നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ Z1 തൊട്ടപ്പുറത്തുണ്ട്. ഇതുണ്ടല്ലേ, നമ്മൾ അതിലാണ് പോയത്. ചേസ് കുറച്ചപ്പുറത്ത്, അതായത് വണ്ടി വന്നിട്ട് നമ്മുടെ രാത്രിയാണ്, നേരെ 7-8 മണിയായി. ഇതുകൊണ്ട് അങ്ങ് ചേസിൻ്റെ ഹെഡ്ലൈറ്റാണ് ദോ മച്ചാന്മാരെ അവിടെ കാണുന്നത്. അപ്പോൾ ചേസ് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തു. നമ്മുടെ ഓണറായിട്ടുള്ള അജീഷ് ചേട്ടൻ തന്നെയാണ് വണ്ടി ഓടിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് വിശേഷങ്ങൾ. മനെ വിശേഷങ്ങൾ വേറെ ഒന്നും. അപ്പോൾ എന്തായാലും വണ്ടി ഉടനെ തന്നെ പ്രകാശിൽ പോവും. ഒരു 2 മാസത്തിനകം തന്നെ ചേസ് ബോഡിയായിട്ട് ബോഡിയൊക്കെ കെട്ടി ഇറങ്ങും. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ ചെയ്യും. സ്വാഭാവികമായിട്ട് അത് ആരാമലായിരിക്കും, സൗണ്ട് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അതായത് ഒരു 3-3.5 മാസം കഴിയുമ്പോഴേക്കും വണ്ടി ലൈനിലുണ്ട് അല്ലേ മലെ? തീർച്ചയായിട്ടും. അപ്പോൾ നല്ലൊരു ജേണി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തൽക്കാലം വിടവാങ്ങുകയാണ്.
അല്ലേ? അതെ, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഒന്നും നോക്കണ്ട, ബെല്ലൈക്കൻ അടിച്ചങ്ങോട്ട് പൊട്ടിക്കില്ലേ അല്ലേ? മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ കയറി വെക്കുക, എല്ലാവരും ഫോളോ ചെയ്തേക്കുക. സോ മച്ചന്മാരെ, ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ്.